എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും: കർത്താവേ, നിന്നെ വിശക്കുന്നവനെ കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനുമായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ടു സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ ഒക്കെ, അതായത് ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷിക്കാൻ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോഴും നമ്മൾ ഈശോയ്ക്കാണ് കൊടുക്കാതിരുന്നത്. രോഗിയെ നമ്മൾ രോഗാവസ്ഥയിൽ കണ്ട് സന്ദർശിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ഈശോയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹക്കുറവ് തന്നെയാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയോടൊപ്പം ഈ നോൻപിൽ നമ്മുടെ മുമ്പിൽ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും ആ ഈശോയുടെ ഒരു കരുണയുള്ള ഹൃദയം നമുക്ക് ലഭിക്കാൻ ഈ സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം. മത്തായി 25 അധ്യായം 40 വാക്യം. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.